ഇന്ന് ദേശീയ വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ PN പണിക്കരുടെ സ്മരണയിൽ ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് PN പണിക്കർ. 1996 മുതലാണ് PN പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. നമസ്കാരം, ICJ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ NTA കർശന നിർദ്ദേശവുമായി സുപ്രീം കോടതി. ചെറിയ പിഴവുണ്ടെങ്കിൽ പോലും നടപടിയുണ്ടാവണമെന്ന നിർദ്ദേശം. ഇനി കോളനി വേണ്ട, നഗരോ ഉന്നതിയോ മതി. ചരിത്ര ഉത്തരവിറക്കി മന്ത്രി K രാധാകൃഷ്ണന്റെ പടിയിറക്കം. വയനാട്ടിൽ നിന്ന് കന്നി അംഗത്തിനൊരുങ്ങി പ്രിയങ്ക. രാഹുൽ സഭയിലെത്തുക റായ്ബറേലിയിൽ നിന്ന്. 2020 ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ NTA കർശന നിർദ്ദേശവുമായി സുപ്രീം കോടതി. ചെറിയ പിഴവുണ്ടെങ്കിൽ പോലും നടപടിയുണ്ടാവണമെന്നും നിർദ്ദേശം. ചോദ്യക്കടലാസ് ചോർന്നെന്നും പരീക്ഷയിൽ തിരിമറി നടന്നെന്നും ആരോപിച്ചുള്ള ഹർജിയിന്മേലാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, SV ഫാട്ടി എന്നിവരടങ്ങുന്ന അവധിക്കാല ബെഞ്ച് പരിഗണിച്ചത്. സംഭവത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക്. ഇനി കോളനി വേണ്ട, നഗരോ ഉന്നതിയോ മതി. ചരിത്ര ഉത്തരവിറക്കി മന്ത്രി K രാധാകൃഷ്ണന്റെ പടിയിറക്കം. പട്ടിക വിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലകളെ ഇനി കോളനി എന്ന് വിളിക്കേണ്ട. ഊര്, സങ്കേതം എന്നീ വിശേഷണങ്ങളും വേണ്ട. പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നിങ്ങനെയോ അല്ലെങ്കിൽ പ്രാദേശികമായ താല്പര്യമുള്ളതും കാലാനുസൃതമായ പേരുകളോ ആകാം. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പാണ് നിർണായക ഉത്തരവിൽ മന്ത്രി K രാധാകൃഷ്ണൻ ഒപ്പുവെച്ചത്. വയനാട്ടിൽ നിന്ന് കന്നി അംഗത്തിനൊരുങ്ങി പ്രിയങ്ക. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിയുന്ന പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തന്റെ വരവറിയിച്ചത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരും. പകരം പ്രിയങ്ക വയനാട്ടിൽ ജനവിധി തേടും. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് നിർണായക തീരുമാനം. വയനാടിന് ഇനി മുതൽ 2 MPമാർ ഉണ്ടെന്നും ഒന്ന് താനും മറ്റേത് പ്രിയങ്കയുമായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള ഈ കടന്നുവരവാണ് ഈ തിരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഘടകം. ഇനി നോക്കാം സർവകലാശാല വാർത്തകൾ. MG സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ജൂൺ 21, 22, 23 തീയതികളിൽ എറണാകുളത്ത് നടക്കും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. നോക്കാം കായിക വാർത്തകൾ. 2020 ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വെസ്റ്റ് ഇൻഡീസിലാണ് മത്സരം നടക്കുക. ആദ്യ മത്സരം അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. ഇന്ത്യ നാളെ അഫ്ഗാനിസ്ഥാനെ നേരിടും. ആദ്യ ഗ്രൂപ്പിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. 2ാം ഗ്രൂപ്പിൽ USA, ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുമാണ് ഉള്ളത്. ഈ മാസം 29-ന് ബാർബിഡോസിലാണ് ഫൈനൽ. ഫിൻലൻഡിലെ തുർക്കുവിൽ നടന്ന പാവോ നൂർമി ഗെയിംസ് 2024 പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ 85.97 മീറ്റർ എറിഞ്ഞ് ഒളിമ്പിക്സ് ചാമ്പ്യൻ നീരജ് ചോപ്ര സ്വർണം നേടി. നോക്കാം കാലാവസ്ഥാ വാർത്തകൾ. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ NTA കർശന നിർദ്ദേശവുമായി സുപ്രീം കോടതി. ചെറിയ പിഴവുണ്ടെങ്കിൽ പോലും നടപടിയുണ്ടാവണമെന്നും നിർദ്ദേശം. ഇനി കോളനി വേണ്ട, നഗരോ ഉന്നതിയോ മതി. ചരിത്ര ഉത്തരവിറക്കി മന്ത്രി K രാധാകൃഷ്ണന്റെ പടിയിറക്കം. വയനാട്ടിൽ നിന്ന് കന്നി അംഗത്തിനൊരുങ്ങി പ്രിയങ്ക. രാഹുൽ സഭയിലെത്തുക റായ്ബറേലിയിൽ. 2020 ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ